പ്രൈസ് അല്ലാഹ്. ഇന്നത്തെ വിടുതൽ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്രിസ്തുവിൽ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിമഹത്വകരമായ രീതിയിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളെ നടത്തുവാൻ പറ്റും. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവത്തിന് നിങ്ങളെ ഉയർത്തുവാൻ പറ്റും. ആമേൻ. എല്ലാം തീർന്ന അനുഭവങ്ങളിലും അവന്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് ഇന്ന് തുടക്കം ഈ മെസ്സേജിന്റെയും ഈ വിടുതലിന്റെ ശുശ്രൂഷയുടെയും തുടക്കത്തിൽ തന്നെ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ആമേൻ. ദൈവം എന്നെ ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദം ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വിടുതൽ നൽകി തരുവാൻ കഴിയുന്ന, നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ മേഖലകളിലും മാറ്റം കൊണ്ടുവരുവാൻ പറ്റുന്ന ഒരു സന്ദേശം. ആ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടുകൂടി പോകുന്നതിന് മുമ്പ് ആമേൻ, ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ആരെങ്കിലും ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നവരുമുണ്ട് എങ്കിൽ ദൈവം മുഖത്തേക്ക് നോക്കിക്കോ. ആമേൻ. ദൈവത്തിന്റെ പക്കൽ നിന്നാണ് വിടുതലുകൾ സംഭവിക്കുന്നത്. ആമേൻ. ദൈവം മാറാത്ത ദൈവമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവങ്കൽ ഉവ്വ് എന്നാണ്. ആമേൻ. അവന്റെ ഒരു വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. ആമേൻ. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തമായിരുന്നു. അതിന്റെ വാഗ്ദത്തം ദൈവം നിറവേറ്റിയത് ഒരു സമൂഹത്തെ വെച്ചുകൊണ്ടല്ല, ശക്തരായ ഒരു കൂട്ടരെ വെച്ചുകൊണ്ടല്ല, വിക്കനായ മോശയെ വെച്ചുകൊണ്ടാണ് ആ വാഗ്ദത്തത്തെ ദൈവം നിറവേറ്റുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സന്ദേശത്തിൽ ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് എൻ്റെ മുൻപിൽ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ സാഹചര്യങ്ങളില്ല, എൻ്റെ മുമ്പിൽ വിടുതലുകൾ നടക്കുവാൻ ഒരു സാധ്യത പോലും ഇല്ല പാസ്റ്ററെ, എല്ലാം എനിക്ക് പ്രതികൂലമാണ്, എല്ലാം എനിക്ക് എതിരാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കരഞ്ഞുകൊണ്ടായിരിക്കാം ഒരു ലാസ്റ്റ് ഹോപ്പ് എന്ന രീതിയിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, എൻ്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാകുന്നു. എൻ്റെ ദൈവം ചരിത്രത്തിൽ എവിടെയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ യേശു അത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഏത് മേഖലകളിലാണ് നിങ്ങൾക്ക് വിടുതൽ വേണ്ടത്? ആ മേഖലകളിൽ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാട്ടെ. ഈ മേഖലയിൽ, ഈ അനുഭവത്തിൽ, ഈ സാഹചര്യത്തിൽ എനിക്ക് വിടുതൽ വേണമെന്ന് പറഞ്ഞാട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ ശാരീരികമാകുന്ന സ്ഥിതി വളരെ മോശമായിട്ടായിരിക്കാം നിങ്ങൾ എന്നെ കേൾക്കുന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രോഗങ്ങളൊക്കെ ശരീരത്തിന്റെ മേൽ ഉണ്ടാകാം. അങ്ങനെയുള്ളവരോട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ പ്രാപിക്കുക. ഏത് രോഗമാണോ ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരമെടുത്ത് വെച്ചാട്ടെ. ആ അത്ഭുത സൗഖ്യത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ ഈ ജനം അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ ആഗ്രഹിക്കുകയും അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളുടെ മേൽ അങ്ങ് അടുത്തു വന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 400 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുമെന്ന്. എന്നാൽ അവർ ആയിരിക്കുന്ന സാഹചര്യം അവരെ അറിയുന്ന രാജാവല്ലായിരുന്നു, എല്ലാം അവർക്കെതിരായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുടെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തിയെ, ഒരു വലിയ അത്ഭുതത്തെ ഞാൻ കൽപ്പിക്കുകയാണ്. വലിയ മാറ്റം ഇന്ന് തൊട്ട് ആ മക്കളുടെ മേൽ സംഭവിക്കട്ടെ, ആ ഭാവിയുടെ മേൽ സംഭവിക്കട്ടെ, ആ ഫിനാൻസിന്റെ മേൽ സംഭവിക്കട്ടെ, ജപ്തിയുടെ മേൽ സംഭവിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ച് കരയുന്ന ചിലരുണ്ട്, അവരുടെ മേൽ സംഭവിക്കട്ടെ. സംഭവിക്കുക മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട ജോലി ദൈവം നൽകി കൊടുക്കണമേ. ദൈവം മാറ്റങ്ങളുടെ ദൈവമാണത് സംഭവിച്ചിരിക്കാൻ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു.
യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാ ദിവസവും രാത്രി 7 മണി തൊട്ട് ഈ ചാനലിലൂടെ തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ നമ്മൾക്ക് വിടുതലിൻ ശുശ്രൂഷകൾ, പ്രവചന ശബ്ദങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. ഈ ചാനൽ പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് പങ്കുചേരുന്നതെങ്കിൽ, എൻ്റെ പേര് പാസ്റ്റർ ലിജു കൊടിയാട്ടിൽ. ഞാൻ പാലക്കാട് ദൈവത്തിന്റെ മഹത്വകരമാകുന്ന ശുശ്രൂഷ ചെയ്തു പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദയവായി ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ, പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണ്. ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനും കാരണമാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ തന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, വെള്ളിയാഴ്ച മാത്രമല്ല ചൊവ്വാഴ്ച, അതുപോലെ തന്നെ വ്യാഴാഴ്ച നമ്മൾക്ക് രാത്രി 10:30 തൊട്ട് പ്രൈസ് ദി ലോർഡ് 11 മണി വരെയുള്ള സമയം ശബ്ദമേറിയ പ്രാർത്ഥനകൾ, ഇന്റർസെക്ഷൻ പ്രയറുകളെല്ലാം സൂമിലൂടെ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പ്രൈസ് ദി ലോർഡ് ഞാൻ ലൈവായി നിങ്ങൾ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന സമയമാണ്. വെള്ളിയാഴ്ച എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടിയാണ്. അങ്ങനെ ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ അവിടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് സൂം മീറ്റിംഗിന്റെ ലിങ്കും, അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ പ്രൈസ് ദി ലോർഡ് ആമേൻ 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ട് ആയിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. ആ മീറ്റിംഗുകളെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആമേൻ. ദൈവം എന്നെ ഏൽപ്പിച്ച ആ വചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു പോകാം. വചനം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരികയുള്ളൂ. അതുകൊണ്ട് ഈ വചനത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് കയ്യിലെടുത്താട്ടെ. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഒന്ന് വായിക്കുകയാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. 2 പദമാണ് പ്രൈസ് ദി ലോർഡ് അവിടെ പറയുന്നത്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, യഹോവയിൽ ആശ്രയിക്കുക. 2, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദി ലോർഡ് ഈസ് ഹിസ് കോൺഫിഡൻസ്, യഹോവ തന്നെ ആശ്രയമായിരിക്കുക. 2 പദങ്ങളാണ്. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കാം. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് നിങ്ങളോട് ഈ ഒരു ചോദ്യത്തോടു കൂടി ഞാൻ ഇന്നത്തെ മെസ്സേജുകളിലേക്ക്, ഇന്നത്തെ പ്രൊഫറ്റിക്കൽ പ്രൈസ് ദി ലോർഡ് ഡെലിവറൻസ് മീറ്റിംഗുകളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വഴികൾ അടഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ വഴികളും അടയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ആമേൻ. ഞാൻ വഴികൾ അടയപ്പെടുക എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിനോടനുബന്ധിച്ച്, നിങ്ങളുടെ ലൈഫിനോടനുബന്ധിച്ച്, നിങ്ങളുടെ ഫ്യൂച്ചറിനോടനുബന്ധിച്ച്, പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ ഫിനാൻസിനോടനുബന്ധിച്ച്, പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ ആരോഗ്യത്തോടനുബന്ധിച്ച് എല്ലാ വഴികളും അടഞ്ഞ് ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചില സഹോദരന്മാരുണ്ട്. അവരോടാണ് ഇന്നത്തെ മെസ്സേജ്, അവരോടാണ് ഇന്നത്തെ ദൈവിക ദൂത് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ് ഞാൻ യഹോവയിൽ ആശ്രയിക്കും. എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, എല്ലാ വഴികളും അടയപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ യഹോവയിൽ ആശ്രയിക്കും. ഉറപ്പോടും ബലത്തോടും കൂടെ നിങ്ങൾ ആയിരിക്കുന്ന ഭവനമെങ്കിൽ, യാത്ര ചെയ്യുന്ന സ്ഥലമെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞാട്ടെ, ഞാൻ യഹോവയിൽ ആശ്രയിക്കും. ആമേൻ. എനിക്ക് ചരിത്രത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. യഹോവയിൽ അർത്ഥാൽ യേശുവിൽ ആരൊക്കെ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടോ അവർക്കു വേണ്ടി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ, എന്റെ ശരീരത്തിന്റെ മേൽ, ഞാൻ ആയിരിക്കുന്ന ഈ പ്രാർത്ഥന റൂമിന്റെ മേൽ വലിയ ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ ദൂത് ഞാൻ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ചിലർക്ക് വേണ്ടി കൈമാറുകയാണ്. സഹോദര സഹോദരി, നിനക്കു വേണ്ടി ദൈവം ഇറങ്ങി വരും. നിനക്കു വേണ്ടി ദൈവം ഇറങ്ങി വരും. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ, ഞാൻ ആശ്രയിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം എനിക്കു വേണ്ടി
ഇറങ്ങി വരും. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കരസ്പർശനം നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ അനുഭവിക്കട്ടെ. മാറാത്ത രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. മാറാത്ത പൈശാചിക മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, വിട്ടുമാറുക. അത്ഭുതങ്ങളുടെ സീസൺ ചിലർക്കു വേണ്ടി ഇപ്പോൾ തന്നെ ദൈവം തുറന്നു തരികയാണ്. ആമേൻ പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ദൂതിനെ നിങ്ങൾ ഏറ്റെടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ വരൾച്ച വന്നാൽ വൃക്ഷം ഭയപ്പെടുകയില്ല. കാരണം അതിന്റെ ഉറവിടം പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഒരു നദിയുടെ അരികിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്ര വരൾച്ച വന്നു കഴിഞ്ഞാൽ അതിനെ സർവൈവ് ചെയ്യുവാനുള്ളത് ആറ്റിന്റെ അരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിനുണ്ടാകും. ഇതുപോലെ തന്നെയാണ് നിന്റെ ജീവിതത്തിൽ എത്ര വരൾച്ച വന്നാലും, നിന്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും, നിന്റെ ജീവിതത്തിൽ നിന്നെ കൊല്ലുവാൻ കടന്നു വരുന്ന ആഞ്ഞടിക്കുന്ന തിരമാല വന്നാലും നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിന്നോട് കൂടെയുള്ളത് ദൈവമാണ്, യേശുവാണ്, യേശുവാണ്, യേശുവാണ്. നിന്റെ ഉറവിടം യഹോവയാണെങ്കിൽ, നിന്റെ ഉറവിടം യേശുവാണെങ്കിൽ സാഹചര്യങ്ങൾ മാറിയാലും നീ നിലനിൽക്കുവാനിടയായിത്തീരും. നിന്റെ ഉറവിടം യഹോവയാണെങ്കിൽ എത്ര വലിയ സാഹചര്യമാണ് നിനക്കെതിരെ നിൽക്കുന്നതെങ്കിലും പ്രൈസ് ദി ലോർഡ്, നീ അവിടെ നിലനിൽക്കും. കാരണം യേശുക്രിസ്തു ഒരിക്കൽ പറവാനിടയായി തീർന്നു, രണ്ട് പ്രൈസ് ദി ലോർഡ് ബിൽഡിങ്ങുകൾ രണ്ട് സ്ഥലത്ത് പണിതു. ഒന്നാമതെന്ന് പറയുന്നത് അത് മണലിന്മേൽ പണിതു, രണ്ടാമതെന്ന് പറയുന്നത് പാറമേൽ പണിതു. ഈ മണലിൽ പണിതതിനും പാറമേൽ പണിതതിനും രണ്ടിനും പ്രതികൂലം ഒരേപോലെയായിരുന്നു, പ്രതിസന്ധി ഒരേപോലെയായിരുന്നു, കടം ഒരേപോലെയായിരുന്നു, രോഗം ഒരുപോലെയായിരുന്നു, ദുഃഖം ഒരേപോലെയായിരുന്നു, ഞെരുങ്ങുന്ന അനുഭവം ഒരേപോലെയായിരുന്നു. എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ടതിന് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, പാറമേൽ അടിസ്ഥാനമിട്ടതിന് കാറ്റുകളെ ഭയപ്പെടേണ്ട, പാറമേൽ അടിസ്ഥാനമിട്ടതിന് ഞെരുക്കങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശിവന്റെ നാമത്തിൽ നീ അടിസ്ഥാനമിട്ടിരിക്കുന്നത് പാറമേലാണ്. ഇന്നലെ ദൈവാത്മാവെന്നെ കാണിച്ചു തന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വലിയ പ്രതികൂലം. അതിലൂടെ ഒരു കുടുംബം, ഒരു വ്യക്തി കാർ ഓടിച്ചുകൊണ്ട് പോകുകയാണ്. വലിയ പ്രതിസന്ധിയാണ് ആ ഭവനത്തിലേക്ക് ആഞ്ഞടിക്കുവാനിടയായി തീർന്നത്. എന്നാൽ അത് പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ നാച്ചുറൽ കലാമിറ്റിയെ അതിജീവിച്ചുകൊണ്ട് അപ്പുറം കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാനിടയായി തീർന്നു. ഇത് ഏതൊക്കെയോ ഭവനം അഭിമുഖീകരിക്കുന്ന വിഷയമാണ്, വലിയ പ്രതിസന്ധിയാണ്, വലിയ പ്രതികൂലമാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുകയില്ല. നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, മനുഷ്യരിൽ നിങ്ങൾ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിക്കുകയാണെങ്കിൽ യഹോവ, യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരും, യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരും. രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. ഒന്ന്, പഴയ നിയമത്തിൽ മൊർദെഖായും ഹാമാനും എന്നറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു. ഹാമാൻ തന്റെ ഉയർച്ചയ്ക്കു വേണ്ടി മാനുഷികമായി പല കാര്യങ്ങൾ ചെയ്തു. മൊർദെഖായി അപേക്ഷിച്ച് ഹാമാൻ ഉയർന്ന നിലയിൽ രാജാവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ അവിടെ നിന്നും അവന് ഉയരണമെന്നുള്ള ആഗ്രഹം. ഞാൻ പറയട്ടെ, മാനുഷികമായി നീ ഉയരാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് പരിമിതികളുണ്ട്. മാനുഷികമായി നീ ഉയർച്ചയിലേക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ മൊർദെഖായി എന്നറിയപ്പെടുന്ന വ്യക്തി മനുഷ്യനെയെല്ലാം നോക്കിയത്, അവൻ ദൈവത്തെയാണ് നോക്കിയത്. ഇന്ന് ആരൊക്കെയോ ദൈവത്തെ നോക്കുന്നവരുണ്ട്. അവരോട് ഞാനൊരു ദൂത് പറയാം, നീ പരാജയപ്പെടുകയില്ല, നീ പരാജയപ്പെടുകയില്ല. ആ വിഷയത്തിന്റെ നടുവിൽ നീ അതിജീവിക്കും. ചിലരോടുള്ള ദൂതാണ്, നീ ആ വിഷയത്തിന്റെ നടുവിൽ അതിജീവിക്കും. അതിജീവിക്കാനുള്ള ദൈവശക്തി ചില കുടുംബങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ഹാമാൻ പലവിധമാകുന്ന കാര്യങ്ങൾ നോക്കി, എന്നാൽ മൊർദെഖായി അവൻ ദൈവമുഖത്തേക്ക് നോക്കി. എത്ര വിഷയം കടന്നു വന്നു കഴിഞ്ഞാലും ഹാമാൻ ഇവിടെ കഴിവുമരം ഒരുക്കുന്നു, മൊർദെഖായിയെ കൊല്ലുവാൻ വേണ്ടി നോക്കുന്നു.
ഇതൊന്നും മൊർദെഖായിയുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. മൊർദെഖായി പ്രൈസ് ദി ലോർഡ് എസ്തേറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. അതിപ്രകാരമാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. ഞാനൊരു യഹൂദനെങ്കിൽ അവന് മറ്റൊരു സ്ഥാനത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനും നശിച്ചു പോകും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിലുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. അവർ എത്ര വിഷയം കടന്നു വന്നു കഴിഞ്ഞാലും അതിൻ്റെ നടുവിൽ ഞാൻ അതിജീവിക്കാനുള്ള ദൈവശക്തി കൊണ്ട് ചില കുടുംബങ്ങളെ ദൈവം നിറയ്ക്കുകയാണ്. ഈ ദൂത് ചില കുടുംബങ്ങളോടുള്ള ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. തിരമാല കടന്നു വന്ന്, പ്രതിസന്ധി കടന്നു വന്ന്, പ്രൈസ് ദി ലോർഡ്, ഹാമാന്മാർ എഴുന്നേറ്റ് നിങ്ങളെ താഴെ കൊണ്ടുവരുവാൻ നോക്കി. ദൈവാത്മാവ് പറയുന്നു, നീ അതിജീവിക്കും. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ യേശുവേ. നീ അതിജീവിക്കും. സംഭവിച്ച എന്താണെന്നറിയാമോ? മനുഷ്യരിൽ ആശ്രയിച്ച ഹാമാൻ അമ്പേ പരാജയപ്പെട്ടു പോയി. അവന്റെ ചരിത്രം പിന്നെ കാണുന്നില്ല. ദൈവത്തിൽ ആശ്രയിച്ച മൊർദെഖായി രാജാവ് അവനെ ഏറ്റവും പരമോന്നതമാകുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി. ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ചിലരെ ദൈവം കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ രോഗത്തിൽ അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാം. ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അനേകരുടെ ജീവിതത്തിന്റെ ഇതൊരു അനുഗ്രഹത്തിന് കാരണമാകും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങളായിത്തീരുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആമേൻ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനു മുമ്പായി എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് JB റോഡിലുള്ള ജോബീസ് മാൾ എന്നറിയപ്പെടുന്ന ആ മാളിന്റെ 4ാമത്തെ നിലയിൽ സിൽവർ ഹോളിൽ വെച്ചാണ് നമ്മുടെ ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നത്. ആ മീറ്റിംഗിൽ നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് എനിക്കറിയാം. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ് ഞായറാഴ്ചകളിൽ. കർത്താവേ, ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന ഈ ജനം അവർ നിന്നെ നോക്കി ഇറങ്ങി തിരിച്ചവരാണ്. അവർ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നവരാണ്. അവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ആശ്രയിച്ച ദാനിയേലിനു വേണ്ടി അവന്റെ സിംഹക്കുഴിയിൽ ദൈവം ഇറങ്ങി വന്നു. ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ശിഷ്യന്മാർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നു. ഈ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. മക്കളുടെ വിവാഹമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നവരുടെ മേൽ എത്രയും പെട്ടെന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. God bless you all. God bless you all.